മാറുകയാണ് തമിഴ്നാട്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ, യാത്ര ചെയ്യാൻ സ്പെഷ്യൽ ബസ്, ജയിലിലെ ആളുകളുടെ ഭക്ഷണം കഞ്ഞിയും പയറുമാക്കി പകരം വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം, നഗരങ്ങളും ഗ്രാമങ്ങളും ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമായ റോഡുകൾ ഉണ്ടാകാൻ വേണ്ടി പോസ്റ്ററുകൾ റിമൂവ് ചെയ്തും മാലിന്യങ്ങൾ നീക്കം ചെയ്തും റോഡിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുന്നു. 56 വർഷമായിട്ടും ബസ്സുകൾ എത്താതിരുന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ എത്തിക്കുന്നു. അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥരെ കണ്ട് സർക്കാരിൽ ഏൽപ്പിക്കുന്ന പക്ഷം 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് അഴിമതിയും തുടച്ചുമാറ്റി. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി അധികാരത്തിലേറിയ സർക്കാർ അധികാരത്തിലേറി കുറച്ചു നാളുകൾക്ക് ശേഷം സിംഗപ്പൻ പടയെ കളത്തിലിറക്കി സ്ത്രീ സുരക്ഷ ശക്തമാക്കി. സ്ത്രീ സുരക്ഷ ഡ്രോൺ വെച്ച് നിരീക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി തമിഴ്നാട്. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ പ്രജ്ഞാനന്ദയ്ക്ക് 48 ലക്ഷം രൂപയുടെ പാരിതോഷികം നൽകിയ സർക്കാർ. മദ്യനയത്തെ എതിർത്തും ബാറുകൾ അടച്ചുപൂട്ടിയും അദാനിയോട് വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞും ധൈര്യം കാണിച്ച സർക്കാർ. നാട്ടിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിച്ച് അതിലൂടെ യുവാക്കൾക്ക് തൊഴിലെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങി സർക്കാർ. അധികാരത്തിലേറി വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒരു വലിയ മാറ്റമാണ് TVK സർക്കാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മുല്ലപ്പെരിയാറിന്റെ വിഷയം മാറ്റിവെച്ചാൽ നമ്മൾ മലയാളികൾക്കും നൽകാം TVK സർക്കാരിന് ഒരു കയ്യടി. ഇത്തരത്തിലൊരു മാറ്റമാണോ നിങ്ങൾ കേരളത്തിൽ ആഗ്രഹിക്കുന്നത്? അതോ കേരളത്തിലെ പുതിയ സർക്കാർ ഇതിലും നല്ല മാറ്റങ്ങളാണോ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അഭിപ്രായങ്ങൾ നിങ്ങളുടേതാണ്. അടിമുടി മാറുകയാണ് തമിഴ്നാട്.